LDF നേരത്തെ തന്നെ ഷൗക്കത്തിനെ പ്രഖ്യാപിച്ചു. ഇന്നാണ് ഇപ്പോൾ LDF സ്വരാജിനെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എങ്ങനെയായിരിക്കും മത്സരം? അത് നല്ല ടോപ്പ് മത്സരമായിരിക്കും. സ്വരാജിന് വിജയസാധ്യതയുണ്ട്. സാധ്യതയല്ല, നല്ല വിജയിക്കും എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം. കാരണം ഇത് ഏൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. നമ്മളെ ജനങ്ങളെ വോട്ട് ചെയ്ത ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഒരാൾ പോയി. അപ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം ജനങ്ങളുടെ ഇടയിൽ, വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ മൊത്തം ഇപ്പം നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്ഥാനാർത്ഥി ആണ് സ്വരാജ്. അത് ജനങ്ങൾ മൊത്തം ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സ്വരാജാണ് ജയിക്കാൻ 100% സാധ്യത. ഭരണവിരുദ്ധ വികാരം മണ്ഡലത്തിലുണ്ട് എന്നാണ് UDF പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഭരണവിരുദ്ധ വികാരം എന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ മുൻപ്, അതായത് 10 വർഷം മുൻപ് ഈ നിലമ്പൂർ എന്തായിരുന്നു, ഇപ്പോൾ ഈ നിലമ്പൂർ എന്താണ്, അല്ലെങ്കിൽ കേരളം എന്താണ് എന്നുള്ളതൊക്കെ. കാരണം ഇവിടെ സ്കൂളാണെങ്കിലും റോഡാണെങ്കിലും മലയോര ഹൈവേ ആണെങ്കിലും ഈ റോഡ് ഇടുങ്ങിയ റോഡായിരുന്നു. അത് വീതി കൂട്ടിയതും കാര്യങ്ങളും ഇടതുപക്ഷ സർക്കാരാണ്. അപ്പോൾ 2000 മുകളിൽ കോടി റുപ്യേൻ്റെ വികസന പ്രവർത്തനം ഈ 9 വർഷം കൊണ്ട് ഈ നിലമ്പൂരുണ്ടായിട്ടുണ്ട്. ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ പാലങ്ങൾ, സഞ്ചരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള പാലങ്ങളും റോഡുകളൊക്കെ ആയിരുന്നു. അത് നന്നാക്കി വളരെ നല്ല രീതിയിലാണ് ഈ 9 വർഷം കൊണ്ട് ഈ സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഗുണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്